ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായ ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി ആ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദേവദാസന്മാർ, കുടുംബങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മളെ അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞ ആഴ്ച 24 അധ്യായമാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. അതിനകത്ത് നമ്മൾ ചിന്തിച്ച വേദഭാഗം, അതിനകത്ത് ഫേലിക്സ് പൗലോസിനെ കൈസരിയിൽ 2 വർഷം തടവിൽ സൂക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്ന ഫെസ്തോസിന്റെ കൈകളിൽ പൗലോസിനെ വിട്ടിട്ട് അദ്ദേഹം തടിതപ്പി പോകുന്നതായിട്ടാണ്. യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസിനെ ഒരു തടവുകാരനായിട്ട് കൈസരിയയിൽ വിട്ടിട്ട് പോകുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് രാത്രി 25ഉം 26ഉം അധ്യായങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിലെ ശരണം പ്രാപിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഇന്ന് രാത്രി ചോദിക്കുന്നു. വളരെ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ചർച്ചിന്റെ ഉപവാസത്തിന്റെ 2ാമത്തെ രാത്രിയാണ്. നാളെ ഞങ്ങളുടെ മകൾ ജറൂഷയുടെ സ്നാനം കൂടിയാണ്. എല്ലാ കാര്യങ്ങളും വളരെ തിടുക്കത്തിലായതുകൊണ്ട് എല്ലാവരും വളരെ ശാരീരികമായും മാനസികമായും വളരെ ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ട്. എങ്കിലും ഇന്ന് രാത്രി ജഡം ബലഹീനമാണെങ്കിലും നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ദൈവസ്ഥനായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ഇതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയ്ക്ക് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിന്റെ 3ാം ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്ന. അപ്പോസ്തലർ 25ഉം 26ഉം അധ്യായങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണം പെടുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഫെസ്തസിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഫേലിക്സ് പൗലോസിനെ വിട്ടിട്ട് പോയ ശേഷം ഫെസ്തോസ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഗവർണറായിട്ട് കൈസരിയിൽ വരികയും 2-3 ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം യെരുശലേമിൽ പോയിട്ട് അവിടുത്തെ മഹാപുരോഹിതനെയും അവിടുത്തെ പ്രധാനപ്പെട്ട പൗരന്മാരെയൊക്കെ കാണുവാനായിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മഹാപുരുഷന്മാരും യഹൂദ മതാനുസാരികളും ഒക്കെ പൗലോസിനെ പിന്നെയും എങ്ങനെയെങ്കിലും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അവര് ഫെസ്തസിനെ സമീപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആ ഭാഗം വായിച്ച എൻ്റെ മനസ്സിൽ കൂടെ വന്ന ചിന്ത ഇതാണ്: ഒരു മനുഷ്യനോട് നമുക്ക് ഒരു കയ്പോ വിരോധമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും മാറുകയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് പൗലോസിനോടുള്ള ആ വൈരാഗ്യം വിട്ടുമാറിയിട്ടില്ല. അത്ര ഒരു കയ്പ്, ഒരു വിരോധം പൗലോസിനോട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ 2 അല്ല 10, നമ്മളൊരു മാനസാന്തരപ്പെടാത്തിടത്തോളം കാലം ഒരു വ്യക്തിയോട് നമുക്ക് കയ്പ് വെക്കണമെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നമുക്കത് സൂക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ഫെസ്തോസ് എന്ന സമയത്ത് ഈ യഹൂദ മതാനുസാരികളെല്ലാം അദ്ദേഹത്തെ കാണുകയും പൗലോസിന്റെ നേരെയുള്ള അന്യായം അവിടെ ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഫെസ്തോസ് അവരോട് പറയുന്നുണ്ട്, ഞാൻ കൈസരിലേക്ക് പോകുന്നുണ്ട്, അവിടെ വെച്ച് നമുക്ക് വിസ്തരിക്കാമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പൗലോസിനെ കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവരിക, ഒരു പതിയിരിപ്പിലൂടെ പൗലോസിനെ എങ്ങനെയെങ്കിലും കൊന്നുകളയുക. നേരത്തെ 40 യഹൂദന്മാർ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ പൗലോസിനെ കൊല്ലാനുള്ള ഒരു പതിയിരിപ്പ് നടത്തി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. സഹസ്രാജിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പൗലോസിനെ വിട്ടുകിട്ടണമെന്നും കൊല്ലുവാനുള്ളതായിട്ടുള്ള ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഇതേ സ്ട്രാറ്റജിയാണ് ഇവിടെയും ഇവർ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും പൗലോസിനെ തിരിച്ചു വിളിപ്പിക്കുക. കൈസരയിൽ നിന്ന് യെരുശലേമിലേക്ക് വരുന്ന വഴിയിൽ
എവിടെയെങ്കിലും ഇതുപോലെ പതിയിരിപ്പ് ചെയ്ത് പൗലോസിനെ കൊന്നുകളയുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇവിടെ അവർ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ദൈവം അത് അനുവദിക്കുന്നില്ല. ഫെസ്തോസ് പറയുകയാണ്, ഞാൻ കൈസറിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പൗലോസിന് എന്തെങ്കിലും അന്യായം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുകയും അവിടെ വന്ന് നിങ്ങൾക്ക് വിസ്തരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു 8-10 ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം കൈസരിയിൽ വന്നിട്ട് പിറ്റേന്ന് പൗലോസിനെ ന്യായാസനത്തിൽ വരുത്തി. ആ സമയത്ത് ഇവിടെയുള്ള മഹാപുരുതന്മാർ യെരുശലേമിൽ നിന്ന് മതാനുസാരികളും സംഘങ്ങളും ഒക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെസ്തോസിന്റെ മുമ്പിൽ വന്ന് പൗലോസിന്റെ എതിരായിട്ടുള്ള അന്യായം ബോധിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് 28-ാമത്തെ വാക്യം, പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദേവാലയത്തോടാകട്ടെ കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറേ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെയും പൗലോസ് അതിനെതിരായിട്ട് അപ്പോസ് ചെയ്യുന്നു, ശക്തമായി ഡിഫെൻസ് ചെയ്യുന്നു. പൗലോസിനെതിരായിട്ടുള്ള ഒരു കുറ്റങ്ങളും അവർക്ക് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഏകദേശം ഫെസ്തോസിന്റെ മുമ്പിലും പൗലോസ് ശക്തമായി ധീരമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് കാണുന്നത്. ഫെസ്തോസിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പൗലോസിന്റെ നേരെയും പ്രത്യേകിച്ച് ഒരു അന്യായമൊന്നും കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് ഈ ഭാഗത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ഫെസ്തോസും ഫേലിക്സിന്റെ അതേ വഴിയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം എങ്ങനെയും യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുക, യഹൂദന്മാരെ പിണക്കിയിട്ട് അവിടെ യെരുശലേമിലും കൈസരിലും ഒക്കെ ഭരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇവർ വളരെ ഒരു കുറച്ചുകൂടെ തീവ്രവാദ സ്വഭാവമുള്ളത് കൊണ്ടും എന്ത് പ്രശ്നങ്ങളും വരാൻ ഭാവിയിൽ സംഭവിക്കാം എന്നുള്ളത് കൊണ്ടും അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് ഫെസ്തോസ് അവരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വിചാരിച്ച് പൗലോസിനോട് ചോദ്യം ചോദിക്കും, നിനക്ക് യെരുശലേമിലേക്ക് നിനക്ക് വരാൻ പറ്റുമോ? അവിടെ നിനക്ക് സമ്മതമാണ്, വന്ന് നിന്നെ അവിടെ വെച്ച് വിസ്തരിക്കാമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ട്. കാരണം ഒരിക്കലും യെരുശലേമിൽ പോകുന്നതിനെ കുറിച്ച് പൗലോസ് ചിന്തിക്കുവാനായിട്ട് കഴിയത്തില്ല. പൗലോസ് യെരുശലേമിൽ പോയാൽ നേരത്തെ യെരുശലേമിൽ വെച്ച് തന്നെ പൗലോസിനെ കൊന്നുകളയുവാനായി പദ്ധതി ഇട്ടത് കൊണ്ട് പൗലോസിന് നല്ല നിശ്ചയമുണ്ട്, തിരിച്ചു പോയാൽ എങ്ങനെയായാലും ഏതെങ്കിലും വഴിയിൽ പതിയിരിപ്പുകൾ വെച്ച് എന്നെ കൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഒരു ദൈവത്തിന്റെ ഒരു ആലോചന പോലെ, ഒരു ജ്ഞാനം പോലെ പൗലോസ് ഈ ഫെസ്തോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം അപ്പീല്, അതായത് സീസർക്ക് സീസറെ അഭയം ചൊല്ലുന്നതായിട്ടാണ് നമ്മൾ 10 മുതൽ 25 10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ കാണുന്നത്. അന്നത്തെ സീസർ എന്ന് പറയുന്ന റോമൻ സീസറായിരിക്കുന്ന നീറോ ചക്രവർത്തിയാണ്. ആദ്യകാലങ്ങളിൽ നീറോ വളരെ നല്ല മനുഷ്യനായിട്ടാണ് അവരുടെ ഇടയിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്താണ് അദ്ദേഹം ക്രിസ്ത്യാനികളെയൊക്കെ പരസ്യമായി മൃഗങ്ങൾക്ക് ഇരയാക്കി, അഗ്നിക്ക് ഇരയാക്കി, അതുകൊണ്ട് ഉദ്യാനങ്ങളിൽ അഗ്നിക്ക് ഇരയാക്കി അതിനെ ആസ്വദിക്കുന്ന ഒരു ക്രൂരനായ, ഒരു ഭ്രാന്തനായ ഭരണാധികാരിയായി മാറി എന്നുള്ളത് നമുക്ക് പിൽക്കാലത്ത് AD 67-69 കാലഘട്ടങ്ങളിൽ പൗലോസ് ഉൾപ്പെടെയുള്ളവരെ രക്തസാക്ഷികളായി പോകുന്ന ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു, അതിന്റെ 10-ാമത്തെ വാക്യം, ഞാൻ കൈസറുടെ ന്യായാസനമുമ്പാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടാകുന്നു എന്ന് പറഞ്ഞ് യഹൂദന്മാരോട് അന്യായം ചൊല്ലാൻ നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഫെസ്തോസിന് മുമ്പിൽ തെളിവായി പൗലോസിന്റെ നേരെയുള്ള ഒരു കുറ്റങ്ങളും തെളിയിക്കുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് വളരെ അസന്നിഗ്ധമായി പൗലോസ് പറയുകയും ചെയ്യുന്നു. ഫെസ്തോസിന് നല്ല ബോധ്യമായി. പക്ഷെ പൗലോസ് കൈസരെ അല്ലെങ്കിൽ സീസറെ അഭയം ചൊല്ലുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ഇനി അന്യായമായിട്ട് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ മരണശിക്ഷയ്ക്കും തയ്യാറാണ്. അതിനെന്തെങ്കിലും എൻ്റെ മേലൊരു തെളിവ് വന്നാൽ ഞാൻ അതിന് വരെ തയ്യാറാണെന്ന് വളരെ ധൈര്യത്തോടെ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് ഇത്രത്തോളം പറയുവാൻ അദ്ദേഹത്തിന് മേലുള്ള ദൈവിക വാക്തത്വങ്ങളാണ്. ആ ദൈവത്തിന്റെ പ്രോമിസ് റോമിലേക്ക് കൊണ്ടുപോകുന്നുള്ള ആ ഒരു വാക്തത്വം പൗലോസിനെ എപ്പോഴും പിന്തുടരുകയും പൗലോസ് അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൊരിന്ത്യലേഖനം പൗലോസിനോട് പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു.
വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായി തുറന്ന് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ അത് ജീവനായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുവാൻ ഇടയുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ പൗലോസ് സീസറെ അല്ലെങ്കിൽ കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ട് ഫെസ്തോസ് തന്റെ ആലോചനാ സംഘത്തിൽ സംസാരിച്ചിട്ട് നീ കൈസറുടെ അടുക്കലേക്ക് പോകുമെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അതാണ് ഇവിടെ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ തുടർന്ന് നമ്മൾ 20 അധ്യായം അതിന്റെ 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ അതായത് ഫെസ്തോസിന്റെയും അഗ്രിപ്പാവിന്റെയും മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അഗ്രിപ്പ എന്ന് പറയുന്നത് അഗ്രിപ്പ രണ്ടാമനാണ്, അല്ലെങ്കിൽ ഹെരോദ രണ്ടാമൻ. ഹെരോദ ഒന്നാമനാണ് യേശു ക്രിസ്തുവിന്റെ ശിശു സമയത്ത് ഉണ്ടായിരുന്ന ഹെരോദ ഒന്നാമൻ. അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ യേശു ക്രിസ്തു ശിഷ്യനായിരുന്ന യാക്കോബിനെ, അപ്പോസ്തലപ്രവൃത്തി 12 അധ്യായം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അദ്ദേഹം ആ അഗ്രിപ്പ ഒന്നാമന്റെ അല്ലെങ്കിൽ ഹെരോദ ഒന്നാമന്റെ മകനാണ് ഈ ഹെരോദ രണ്ടാമൻ എന്ന് പറയുന്ന അഗ്രിപ്പ രാജാവ്. ഇദ്ദേഹത്തിന്റെ സഹോദരിയാണ് ബെർനിക്ക എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരിയാണ് ദ്രുസില്ല എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ദ്രുസില്ല എന്ന് പറയുന്നത് നമ്മുടെ ഫേലിക്സ് തന്റെ 3ാം ഭാര്യയായി എടുത്തിരിക്കുന്ന ദ്രുസില്ല. ഇവരെല്ലാം സഹോദരങ്ങളാണ്. ഇവരെല്ലാം യഹൂദ മതം സ്വീകരിച്ചവരാണ്. അഗ്രിപ്പ രാജാവ് ഒരു യഹൂദനാണ്. അല്ലെങ്കിൽ ഇവരുടെ വംശ പാരമ്പര്യം പറയുന്നത് ഇവര് ഏദോമ്യ വംശജരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശാവിന്റെ വംശക്കാരാണ്, പിൻതലമുറക്കാരാണ് ഇവർ. പിന്നീട് ഇവര് റോമൻ പൗരത്വം സ്വീകരിച്ചതാണ്. റോമിലെ ചക്രവർത്തിയെ അഭയം ചൊല്ലുകയും അങ്ങനെ അവര് ഈ പൗരത്വം അല്ല, ഒത്തിരി ഹിസ്റ്ററി ഉണ്ട്, അതൊന്നും ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല. അവിടെ അഗ്രിപ്പ രാജാവ് ഫെസ്തോസിനെ കാണാനായിട്ട് വരുന്ന സമയത്ത്, ബെർനിക്കെ തന്റെ സഹോദരിയുമായിട്ട് വരുന്ന സമയത്ത്, കൈസരയിൽ വന്ന സമയത്ത് ഫെസ്തോസ് ഈ പൗലോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം വിവരിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഫേലിക്സ് വിട്ടുപോയ ഒരു തടവുകാരനുണ്ട്. അവിടെ അദ്ദേഹത്തിന് മുമ്പായിട്ട് ഒത്തിരി അന്യായങ്ങളൊക്കെ ബോധിച്ചെങ്കിലും അതിന് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് റോമിലെ മര്യാദ അനുസരിച്ച് ഒരു മനുഷ്യനെതിരെ നല്ലൊരു തെളിവില്ലാതെ അദ്ദേഹത്തെ ഒരു ശിക്ഷയ്ക്കും വിധിക്കുവാൻ സാധ്യമല്ല. അത് നമ്മുടെ മര്യാദയല്ലല്ലോ എന്നാണ് ഫെസ്തോസ് അഗ്രിപ്പ രാജാവിനോട് പറയുന്നത്. അദ്ദേഹം ഈ അവിടെ അതിൻ്റെ 18-ാമത്തെ വാക്യം, അത് 18അല്ല 10-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഈ ഫെസ്തോസ് യെരുശലേമിലേക്ക് പോയതും അവിടെ യഹൂദന്മാർ അദ്ദേഹത്തിന് നേരെ ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം വന്ന് പറയുന്നു. അതെല്ലാം ചരിത്രം ഒന്നുകൂടെ അവിടെ ആവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ എൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എടുത്തിങ്ങനെ ഫെസ്തോസ് പറയുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. 25-19. ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റമൊന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവനെ കുറിച്ചും ചില തർക്കസംഗതികളെ കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫെസ്തോസ് പറയുന്ന ഒരു കാര്യം, മരിച്ചുപോയ യേശു എന്നൊരു ഫെസ്തോസിന് യേശുവിനെ പറ്റിയൊന്നും ഒരു കാര്യങ്ങളും ഫെസ്തോസിന് അറിയത്തില്ല. എന്നാൽ ഈ അഗ്രിപ്പ രണ്ടാമന് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാം. യഹൂദ മതം സ്വീകരിച്ചുകൊണ്ട് യഹൂദ മതത്തിലെ ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ അഗ്രിപ്പ രാജാവ്. അതുകൊണ്ട് യേശു എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ പറ്റിയാണ് ഇങ്ങനെ പൗലോസ് സംസാരിച്ചതായ ഒരു തർക്കസംഗതി ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അഗ്രിപ്പ രാജാവിന് ഒരു വലിയ ഉള്ളിലൊരു ആഗ്രഹം, പൗലോസിനെ വരുത്തി ഈ പ്രസംഗം കേൾക്കണമെന്നുള്ള കാര്യം. അതാണ് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെടുകയും അതിനുശേഷം ഈ പൗലോസിനെ ഇവരുടെ മുമ്പിൽ വരുത്തുകയും ചെയ്യുന്നു. പൗലോസിനെ വരുത്തുമ്പോൾ അവരുടെ വളരെ ആഡംബരത്തോടും കൂടിയ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് അവരുടെ എല്ലാ അതോറിറ്റിയുമായിട്ടാണ് അവിടെ പൗലോസിനെ വിചാരണ ചെയ്യുവാനായിട്ട് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് വിചാരണയ്ക്കപ്പുറമായിട്ട് രാജാവിൻ്റെ ആഗ്രഹം, അഗ്രിപ്പ രണ്ടാമൻ അല്ലെങ്കിൽ ഹെരോദ രണ്ടാമൻ്റെ ആഗ്രഹം പൗലോസിൻ്റെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ജീവിതവും യേശുവിനെ പറ്റിയുള്ള സാക്ഷിയൊക്കെ ഒരുപക്ഷെ കേൾപ്പാനുള്ള വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് കൽപ്പിക്കുന്നത്. ഇവിടെ ഫെസ്തോസ് അതിനുശേഷം 24-ാമത്തെ വാക്യത്തിൽ
അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് 24, 25, 26 വാക്യങ്ങളൊന്ന് വേഗത്തിൽ ഒന്ന് വായിക്കാം. അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ, യഹൂദന്മാരുടെ സമൂഹമെല്ലാം യെരൂശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോട് വെച്ചേക്കരുതെന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. അവൻ മരണയോഗ്യമായതൊന്നും ഫെസ്തോസ് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, മരണയോഗ്യമായിട്ട് ഒന്നും ചെയ്തതായിട്ട് എനിക്കൊരു തെളിവും കിട്ടിയിട്ടില്ല. അപ്പോൾ പൗലോസ് സഹസ്രാധിപന്റെ മുമ്പിൽ വാദിച്ചു, അവിടെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഫേലിക്സിന്റെ മുമ്പിൽ നിന്നപ്പോഴും പൗലോസിനെതിരായിട്ട് തെളിവും കിട്ടിയിട്ടില്ല. ഫെസ്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പൗലോസിനെതിരായ ഒരു തെളിവും ലഭിക്കുന്നില്ല. അടുത്ത വിചാരണ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലാണ്. ഞാൻ മത്തായിയുടെ സുവിശേഷം കഴിഞ്ഞ ആഴ്ച 10:15 വായിച്ച അതുപോലെ തന്നെ നമ്മള് നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ നമ്മളെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഫുൾഫിൽമെന്റ്. രണ്ടാമത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള വിളിയുടെ ഭാഗമാണ് 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവനെന്റെ നാമം ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ ഞാൻ വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്, ഒരു വെസലാണ്. ആ വിളി കോളിങ് അങ്ങനെയാണ്. യെരൂശലേമിൽ പൗലോസ് സാക്ഷിയായി, ജാതികളുടെ മുമ്പിൽ പൗലോസ് ഒരു സാക്ഷിയായി. എന്നാൽ രാജാക്കന്മാരുടെ മുമ്പിൽ പൗലോസിനെ കൊണ്ടുവരികയാണ്. അവരുടെ മുമ്പിലും കർത്താവിന്റെ ഒരു സാക്ഷിയായി തീരുക എന്നുള്ള കർത്താവിന്റെ വാക്തത്വം ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തിൽ കൂടെ മനസ്സിലാകുന്നത്. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാം, ദൈവം നമ്മോട് ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ തന്നെ ചെയ്യും. അതിന് ഒരു പ്രതിബന്ധങ്ങളും ഒന്നും തന്നെ തടസ്സമല്ല, ഒരു വഴികളും. ഇനി പിശാച് എന്തെല്ലാം തന്ത്രം ഒരുക്കിയാൽ, എന്തെല്ലാം കുരുക്കുകൾ ഇട്ടാൽ, എങ്ങനെയെല്ലാം നമ്മളെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ വാക്തത്വം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ എന്ന് ഒരു വലിയ ചരിത്ര യാഥാർത്ഥ്യം കൂടെയാണ് ഈ ഭാഗത്തിൽ കൂടെ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വെച്ച് ഫെസ്തോസ് പറയുകയാണ്, ഞാനൊന്നും വ്യക്തമായി കണ്ടില്ല, എന്നാലും റോമിലേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് സീസറെ അഭയം ചൊല്ലിയത് കൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റം എഴുതി ചേർക്കാതിരിക്കുന്നത് യോഗ്യമല്ലല്ലോ. എന്തെങ്കിലും ഒരു കാരണം അതിനകത്ത് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഈ പൗലോസിനെ കൊണ്ടുവന്ന് വിസ്തരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിനെ ഇവിടെ വിസ്തരിക്കുന്നത്. നമ്മൾ 25-ാം അധ്യായം അങ്ങനെയാണ് അവിടെ അവസാനിക്കുന്നത്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അതൊരു ഹിസ്റ്റോറിക്കലായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്തൊരു എടുത്തു പറയേണ്ടതായ മറ്റു പല കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്കത് വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും മനസ്സിലായത്. 26-ാം അധ്യായം വരുമ്പോഴാണ് അതിനകത്തൂടെ ചില യാഥാർത്ഥ്യങ്ങളെ ഇന്ന് രാത്രി ചിന്തിച്ച് നമ്മുടെ സമയത്ത് തന്നെ നിർത്തുവാനായി കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. ഇവിടെ അടുത്ത നമ്മൾ അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ 26-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ ഡിഫൻസ് ആണ് നമ്മൾ കാണുന്നത്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അഗ്രിപ്പ പൗലോസിന് നിൽക്കുന്നു. പൗലോസിനെ അഗ്രിപ്പ രാജാവ് പെർമിഷൻ കൊടുക്കുന്നു തന്റെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുവാനുള്ള. അവിടെ വെച്ചാണ് പൗലോസ് ഒരു വ്യക്തമായ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവിടെ അതിന്റെ 3-ാമത്തെ വാക്യം, 26-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ ഇവർ യഹൂദ മതം സ്വീകരിച്ചിരിക്കുന്നുണ്ട്. യഹൂദനായതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും കൽപ്പനകളും ഒക്കെ അറിയാവുന്ന ഒരാളാണ് അഗ്രിപ്പ രാജാവ്. അപ്പോൾ പൗലോസിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ പൗലോസിനെ കുറച്ചുകൂടെ വിസ്തരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ കുറച്ചുകൂടെ പൗലോസിന്റെ ഭാഗം ന്യായമായിട്ട് വരികയും ചെയ്യുമെന്നാണ് പൗലോസ് അത് മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭാഗ്യവാൻ, ഞാൻ നിന്റെ മുമ്പിൽ വളരെ കോൺഫിഡൻസോടെ വളരെ ധൈര്യത്തോടെ ഞാൻ എൻ്റെ പ്രതിവാദം ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. നീ ക്ഷമയോടെ കേൾക്കണം, കാരണം നിനക്ക് ഇതിന്റെ ആചാരങ്ങളും ഇതിന്റെ തർക്കങ്ങളും എല്ലാം അറിയുന്നു. ഒരുപക്ഷെ ഫെസ്തസ് പോലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അഗ്രിപ്പ രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പൗലോസ് തന്റെ
കാര്യങ്ങളൊക്കെ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ വിവരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം പറയാൻ. അപ്പൊ നമ്മൾ 9-ാം അധ്യായത്തിൽ ലൂക്കോസ് പൗലോസിനെ പറ്റി എഴുതുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിൽ പൗലോസ് നേരിട്ട് തന്റെ സാക്ഷ്യം പറയുന്നു. ഇവിടെ 26-ാം അധ്യായത്തിലും പൗലോസ് തന്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ ടെസ്റ്റിമണി പറയുന്നത്. ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അതിപ്രധാനമായ 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പോകേണ്ടിയിരിക്കുന്നു. എന്താ പറയുകയാണ്, ഞാൻ യെരൂശലേമിൽ എൻ്റെ നടപ്പിനെ കുറിച്ച്, ഞാൻ എവിടെ ജനിച്ചു വളർന്നു എന്നും, ഞാനൊരു പരീശനാണെന്നും, എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള എല്ലാ യഹൂദന്മാർക്കൊക്കെയും ഇതറിയാം എന്നാണ് അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തുന്നത്. എന്നെപ്പറ്റി ഇവിടെ യെരൂശലേമിലുള്ള എല്ലാവർക്കും ഇതറിയാം. അടുത്ത അതിൻ്റെ 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ 1-2 കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിന്റെ 6-7. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കും. പൗലോസ് പറയുന്ന ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ 12 ഗോത്രങ്ങൾ രാവും പകലും വളരെ ശ്രദ്ധയോടെ ആരാധിച്ചു കൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ വാക്തത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. അപ്പൊ യഹൂദന്മാർക്കൊരു 12 ഗോത്രങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. അവരുടെ മേൽ ദൈവം ഒരു വാക്തത്വം കൊടുത്തിട്ടുണ്ട്. ആ വാക്തത്വത്തിലേക്കാണ് അവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കത് മനസ്സിലായിട്ടില്ല എങ്ങനെ പിടിച്ചെടുക്കണമെന്നുള്ളത്. അത് അവരോടുള്ള ദൈവത്തിന്റെ ഒരു വാക്തത്വമാണ്. എന്താണ് ആ വാക്തത്വം? അതിനെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 1:2. അതിനകത്ത് പൗലോസ് ആ വാക്യത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാക്തത്വം ചെയ്ത, അപ്പൊ ഇത് നേരത്തെ തന്നെ ഈ സുവിശേഷം യേശുക്രിസ്തുവിന് മുമ്പായിട്ട് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത ഒരു സുവിശേഷമാണ്. അതിന് പ്രവാചകന്മാർ മുഖാന്തരം അതിനുവേണ്ടി ആ സുവിശേഷത്തിനാണ് പൗലോസ് വേർതിരിക്കപ്പെട്ടെന്ന് റോമിലെ സഭയോട് പറയുകയാണ്. അപ്പം വാഗ്ദത്തം എന്താണെന്ന് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 3-ന്റെ ഭാഗം, ഞാൻ പറഞ്ഞ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. ഗലാത്യർ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. ഇത് നേരത്തെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് അബ്രഹാമിലൂടെ. അപ്പോൾ അബ്രഹാമിലൂടെ കേട്ടതായ ഒരു സുവിശേഷം, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്, അബ്രഹാമിലൂടെ കൊടുത്ത വാഗ്ദത്തം. എന്നാൽ അവിടെ പറയുന്നു അതിൻ്റെ 16-ാമത്തെ വാക്യം, നിന്നിൽ സകല ഗലാത്യർ 3:16. അതൊന്ന് നമ്മൾ നിർത്തി ഈ വാക്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കുന്നത്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾ നിന്റെ സന്തതി മുഖാന്തരം സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു വാഗ്ദത്തം മുമ്പ് കൂട്ടി അബ്രഹാമിനോട് അറിയിച്ചു. അബ്രഹാമിൽ നിന്ന് അത് ഇസാക്കിൽ പറയുന്നുണ്ട്, ഇസാക്കിനോട് നിന്നും യാക്കോബിലേക്കും പറയുന്നുണ്ട്. അപ്പോൾ ഇത് അബ്രഹാമിന്റെ സന്തതിപരമാണ് ഇസാക്കിൽ അവസാനിക്കണം. അപ്പൊ ഇസാക്കിൽ അവസാനിക്കുന്നില്ല, യാക്കോബിൽ അവസാനിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു വാഗ്ദത്തം ചെന്ന് നിൽക്കുന്നത് ഇത് ആരിലൂടെയാണ്? സന്തതി എന്നുള്ള ഭാഗമാണ് ഇവിടെ വെളിപ്പെടുന്നത്. 3:16. എന്നാൽ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കെന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ. അത് ക്രിസ്തു തന്നെ. അത് പൗലോസിന് വെളിപ്പെട്ട് കിട്ടി. പക്ഷേ ന്യായപ്രമാണം ആചരിക്കുന്ന യഹൂദന്മാർക്ക് അത് വെളിപ്പെട്ടില്ല. അവര് ക്രിസ്തുവിനെ കൂടാതെ
ഈ വാക്തത്വത്തിനായിട്ട് 12 ഗോത്രങ്ങളും രാവും പകലും ആചരിച്ചുകൊണ്ട് അതിലേക്ക് എത്തിപ്പിടിക്കുവാൻ നോക്കുന്നതായിട്ടാണ് ഇവിടെ പൗലോസ് അഗ്രിപ്പാ രാജാവിനോട് പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ആ വാക്തത്വത്തെ കുറിച്ച് പറയാൻ വേണ്ടി അത്രയും ഭാഗങ്ങൾ ഒന്ന് വായിച്ചത്. ഇവിടെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. മറ്റെല്ലാം ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയുന്നു ഈ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നത്. എന്താണ്? മരിച്ചവരുടെ പുനരുത്ഥാനം. അതാണ് പൗലോസ് പറയുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം. അബ്രഹാമിൽ കൂടെ ദൈവം കൊടുത്ത വാക്തത്വം അതാണ്, നിന്നിൽ സകല അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ഒരു അനുഗ്രഹത്തെ കുറിച്ചുമല്ല പറഞ്ഞു, ഭൂമിയിലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചുമല്ല വിശുദ്ധ വചനം പറയുന്നത്. നിന്നിലൂടെ നിന്റെ സന്തതി എന്ന ക്രിസ്തുവിൽ കൂടെ ജാതികൾ അനേകർ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് നിത്യ നരകത്തിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള ആ ഒരു വലിയ അനുഗ്രഹമാണ് ഇവിടെ അബ്രഹാം മുഖാന്തരം ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. അതിലേക്കാണ് അവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വസിക്കുന്നു. പരീശന്മാർ, സാധുക്കൾ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. അപ്പോൾ അവിടെ പൗലോസ് അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല നിങ്ങൾക്ക് തോന്നുന്നത്? പൗലോസ് പറയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഇത് ഇവർക്ക് എന്തുകൊണ്ട് യോഗ്യമാകുന്നില്ല? അതാണ് ഒരു ചോദ്യം അവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം താൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ അദ്ദേഹം പള്ളികളിലും ഒക്കെ പോയിട്ട് ദണ്ഡിപ്പിക്കുകയും ഭ്രാന്ത് പിടിച്ച് പലരെയും പീഡിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ അദ്ദേഹം ഒരു തീവ്രവാദ സ്വഭാവത്തെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുന്നത്. ഇത് പലപ്പോഴും പൗലോസിനെ തൻ്റെ ലേഖനങ്ങളിലൊക്കെ ഈ വാക്യങ്ങൾ വല്ലാതെ പൗലോസിനെ ഒരു എന്താ പറയുന്നത്, ഗിൽറ്റായിട്ട് നമ്മൾ കാണാം. മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, ഞാൻ ഉപദ്രവിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുന്നുണ്ട്. എന്നാൽ അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു എന്ന് പൗലോസ് തന്നെ അവിടെ സാക്ഷ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ 12 മുതൽ ഉള്ള ഈ അധ്യായം അവസാനിക്കുന്നത് വരെ പൗലോസിന്റെ ടെസ്റ്റിമണിയെ കുറിച്ചാണ് പറയുന്നത്. ഓൾ ടെസ്റ്റിഫൈസ് ഓഫ് ഹിസ് കൺവർഷൻ, തന്റെ മാനസാന്തരത്തെ കുറിച്ച് പൗലോസ് അഗ്രിപ്പാ രാജാവിനോട് സാക്ഷ്യം പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 9-ാം അധ്യായം 22-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ എടുത്തു പറയുന്നു. അതിനകത്ത് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്ന കണ്ടു. ഇവിടെ പൗലോസ് കർത്താവുമായുള്ള ഒരു എൻകൗണ്ടറിനെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ പല ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തു. ഇവിടെ നോക്കിയേ, സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം. നമുക്കറിയാം, സൂര്യന്റെ ലൈറ്റിന്റെ, സൺലൈറ്റിന്റെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രകാശം നമുക്കറിയാം അത് എത്ര, അതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പോലും സാധ്യമല്ല ചൂടിൽ. ഈവൻ നമുക്ക് ഇവിടെ തന്നെ ആയാലും നോർത്ത് അമേരിക്കയിൽ തന്നെ ആയാലും നമുക്ക് ചൂടുകൾ സഹിക്കാൻ പറ്റത്തില്ല. ഗൾഫിലാ തന്നെ ഇപ്പം 50 ഡിഗ്രി 50 ഡിഗ്രി വരെ ആണ്. അപ്പോൾ അത്ര കഠിനമായ ചൂട്. അപ്പൊ അതിന്റെ ലൈറ്റ് ഇവിടെ പറയുന്നു, പൗലോസ് പറയാണ്, അതിനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം. അതുകൊണ്ടാണ് അദ്ദേഹം തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയും, ധന്യനായ ഏകാധിപതി, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതുള്ളവർ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കും. ഒരിക്കലും അടുത്തുപോലും നമുക്ക് എത്താൻ പറ്റത്തില്ല. നമ്മളൊക്കെ എനിക്കൊന്ന് കത്തി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മോശെ പോലും നീ പാറയുടെ പിളർപ്പിലേക്ക് മാറി നിൽക്ക്, ദൈവത്തിന്റെ തേജസ് കാണുവാനായിട്ട് കഴിയാതെ. ഒരുപക്ഷെ ആ തേജസ് അടുത്തു പോയാൽ മോശ പോലും മരിച്ചു പോകും, നേരിട്ട് ആ പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ. അത്രയ്ക്ക് ആ പ്രകാശത്തെക്കുറിച്ച് പറയും. അതാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആ പ്രകാശത്തെക്കുറിച്ച് വളരെ പറയുന്നുണ്ട്. കാലുലയിൽ ചുട്ടുവഴിപ്പിച്ച ഒന്നിന്റെ, അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോകുന്നു. ചില ഭാഗങ്ങൾ മാത്രം ഇതിലേക്ക് പറയുവാനായി താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. സൂര്യനേക്കാൾ ആ പ്രകാശം അവിടെ അതിൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ അത് മാത്രമേ വായിക്കുന്നുള്ളൂ.
അവന്റെ വലങ്കയിൽ 7 അവന്റെ വലങ്കയിൽ നക്ഷത്രങ്ങളുണ്ട്. 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായുത്തലയുള്ള പുറപ്പെടുന്നു. വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ അവന്റെ മുഖം പ്രകാശിക്കുന്നത് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായി. നമുക്ക് കർത്താവിന്റെ ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമുക്ക് അസാധാരണമായ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ പരിശുദ്ധാത്മായ ഒരു എൻകൗണ്ടറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ മാറ്റുന്നതാണ് ഈ പ്രകാശം. ഈ വെളിച്ചം നമ്മളെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഈ വെളിച്ചമാണ് നമ്മൾ ഇനി നിത്യതയിൽ അനുഭവിക്കാൻ പോകുന്നത്. അവിടെ ചന്ദ്രനില്ല, സൂര്യനില്ല. വെളിപ്പാട് അവസാനിക്ക് പറയുന്നു, അവിടെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. അവിടെ ദൈവം തന്നെ ഒരു പ്രകാശമായി നമുക്ക് വേണ്ടി മാറുന്നതായിട്ട് കാണും. അപ്പോൾ ആ പ്രകാശത്തിന്റെ ലൈറ്റിന്റെയൊക്കെ ഒരു അംശം മാത്രമേ പൗലോസിന്റെ ദേഹത്ത് തൊട്ടുള്ളൂ. അത് തൊട്ടപ്പോൾ തന്നെ പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പൗലോസിനോട് പറയും, നീ മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഈ മുള്ളെന്ന് പറയുന്നത്, അവിടെ കർത്താവ് ഒരു പദപ്രയോഗം ഉപമിച്ചിരിക്കുന്നത്, ആ ഒരു മെറ്റഫോർ നമ്മളവിടെ കാണുമ്പോൾ, ഈ മുള്ളെന്ന് പറയുന്നത് നമ്മുടെ ഈ കാളകളെയൊക്കെ നില ഉഴുവാനായിട്ട് പോകുമ്പോൾ ഈ ചെറിയ തടിക്കഷ്ണങ്ങളൊക്കെ കൂർപ്പിച്ച് മുള്ളുപോലെ ആക്കിയിട്ട് ഈ കാളയുടെ കാലിന്റെ പിൻഭാഗത്ത് ഇങ്ങനെ കുത്തും. അതിന്റെ ദിശ തിരിക്കാൻ വേണ്ടി, അതിനെ വേഗത്തിൽ കർഷകന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാളയെ നിയന്ത്രിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അത് കുത്തും. അത് സ്വല്പം വേദനയുണ്ട്. പക്ഷെ ആ മുള്ളിനെ കാളയുടെ കാലുകൊണ്ട് ചവിട്ടിയാലോ അത് അതിഭയങ്കരമായ ഒരനുഭവമായിരിക്കും. ഈ ഒരു ഉപമയിൽ കൂടെ പൗലോസിനെ കർത്താവ് ഉദ്ദേശിക്കുന്നത്, നീ ഇത്രയും നാള് എന്നെ ഉദയ്ക്കുകയായിരുന്നു. ഞാൻ മുള്ളാണ്. കാരണം നീ എന്നെ ഇത് ചവിട്ടിക്കൊണ്ടിരുന്നാൽ നീ ശരിയായ മാർഗത്തിൽ വരികയില്ല. നീ നിത്യ നരകത്തിലേക്ക് പോകുവാനിടയായിത്തീരും. നീ എൻ്റെ വഴിയിൽ കൂടെ അല്ല നടക്കുന്നത്. ഞാൻ നിന്നെ പലപ്പോഴും പല ഭാഗങ്ങളിലും നിന്നെ സ്പർശിച്ചു. പക്ഷെ നീ പലപ്പോഴും എനിക്കെതിരായിട്ട് നീങ്ങുന്നു. എൻ്റെ മക്കൾക്കെതിരായിട്ട്, സുവിശേഷത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്നവർ വാസ്തവത്തിൽ മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് പോലെയാണ്. കർത്താവിനെ ചവിട്ടുന്നതിന് തുല്യമാണ്, കർത്താവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അതാണ് പൗലോസിനോട് കർത്താവോട് പറയുന്ന ഒരു ഭാഗം. ഞാൻ ആ ഭാഗം ഇവിടുന്ന് എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കർത്താവ് പൗലോസിനെ എഴുന്നേറ്റ് നിർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ഭാഗം, കർത്താവിൻ്റെ ഒരു 16-17 വാക്യങ്ങൾ, 2-3 വാക്യങ്ങൾ, ഈ ഒരു 3 വാക്യങ്ങൾ 4 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് ഉത്സാഹം പ്രാപിക്കുന്നു. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിൽപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. പൗലോസിനോട് കർത്താവ് പറയുന്നു, ഇന്ന് ഞാൻ നിനക്ക് പ്രത്യക്ഷനായത് 2 കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഒന്ന്, ഞാൻ നിന്നെ ശുശ്രൂഷകനും എന്നെ കണ്ടതിന് സാക്ഷിയുമായി നിയമിക്കുവാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. നീ എന്നെ കണ്ടതിനും ഞാൻ നിനക്കിനി പ്രത്യക്ഷനാകുവാൻ ഇരിക്കുന്നതിനും, നീ കർത്താവിൻ്റെ 2ാമത്തെ വരവിനും നിന്നെ ഞാനൊരു എൻ്റെ ഒരു മിനിസ്റ്ററാക്കി നീ എൻ്റെ വിറ്റ്നസ്സായി നിൽക്കുവാനാണ് ഞാൻ ഇന്നു മുതൽ നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കും. ഒരു വലിയ അപ്പോയിൻമെന്റ് ഓർഡർ അവിടെ വെച്ച് പൗലോസിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഓർഡറുമായിട്ടാണ് പൗലോസ് തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ കർത്താവ് അടുത്തൊരു തലത്തിലേക്ക്, കർത്താവിൻ്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനായി, ഒരു മിനിസ്റ്ററായി, അവൻ്റെ സാക്ഷിയായി നിൽക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നുള്ള കാര്യം ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു വാക്തത്വം പൗലോസ് പറയാണ്, 17ാമത്തെ വാക്യം, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഇത് നേരത്തെ പൗലോസിനുള്ള ഒരു വാക്തത്വമാണ്. ജനത്തിന്റെ കയ്യിൽ നിന്നും ജാതികളുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. അത് പൗലോസിന് ഉറപ്പായി കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ മേലും ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ഉണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ ഇതൊക്കെ ഒരു സമയം ചില സാഹചര്യങ്ങൾ കൂടെ കടന്നു നമ്മൾ ഇതൊക്കെ മറക്കും. എന്നാൽ ദൈവം ഒരിക്കലും മറക്കത്തില്ല. ദൈവം എത്ര വാക്ക് പറഞ്ഞവൻ, ഒരിക്കലും മാറാത്തവൻ. എത്ര വാക്തത്വം നമ്മുടെ മേൽ ഉണ്ടെങ്കിലും അത് ഊവുന്നത്രേ. ഒരിക്കലും വാക്ക് മാറാത്ത ദൈവമാണ്. ഇവിടെ പറയുന്നു, നമ്മുടെ ഈ സുവിശേഷത്തിൻ്റെയൊക്കെ
വ്യക്തമായ ഒരു പ്ലാൻ, സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇവിടെ കർത്താവ് പ്രത്യേകമായി പറയുന്ന അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ 18-ാമത്തെ വാക്യം, അവർക്ക് പാപമോചനം. ഒന്ന്, യേശുവിൽ കൂടെ ലഭിക്കുന്ന പാപമോചനം. അതാണ് കർത്താവിന്റെ അപ്രമേയ ധനത്തിന്റെ, അൺമെഷറബിൾ റിച്ചസിന്റെ ഒരു ഭാഗമാണ് പാപമോചനം എന്ന് പറയുന്നത്. എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അവകാശങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ, ഈ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. യഹൂദന്മാരെല്ലാം ഈ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ന്യായപ്രമാണമായി ഓടിക്കൊണ്ടേയിരുന്നത്. അതുകൊണ്ടാണ് പത്രോസ് തന്റെ ലേഖനം എഴുതിയപ്പോൾ പറയുന്നത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം, നാശം എന്നിവയില്ലാത്ത ഒരു അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചറിയും. ഒരിക്കലും വാടാത്ത, ഇൻകറപ്റ്റബിൾ ആയിട്ടുള്ള, ഒരു ഇൻഹെറിറ്റൻസിനായിട്ട് നമ്മളെ ദൈവം ജനിപ്പിച്ചു എന്ന്, ആ ഒരു അവകാശം വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ അവകാശം. നമ്മളീ പറഞ്ഞ യഹൂദന്മാരും അവർ ഇതിനു വേണ്ടി തന്നെയാണ് ഓടുന്നത്. പക്ഷെ അവർക്ക് അതിന്റെ റൂട്ട് അറിയത്തില്ല, അവർക്ക് അതിന്റെ വഴി മനസ്സിലായില്ല. എന്നാൽ കർത്താവുമായുള്ള എൻകൗണ്ടറിൽ പൗലോസിന് ഈ ഒരു വഴി തെളിയുവാൻ ഇടയായി തീർന്നു. അടുത്ത ഭാഗം പറയുന്നത്, അവരുടെ കണ്ണുകൾ തുറക്കുവാൻ, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒന്ന് വായിച്ചാൽ, അവരുടെ കണ്ണ് തുറപ്പാനും. ഒന്നവരെ ആത്മീയമായി അവരുടെ ഇരുട്ട് കയറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അന്ധത മാറിയിട്ടില്ല. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനിടയായിത്തീരും? ഒരു കുരുടൻ വേറൊരാളെ ശരിയായ വഴി നയിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ പോയാൽ ആ കുരുടൻ ഏത് കുഴി വീഴുന്നോ ആ കുഴിയിലെ മറ്റേ ആളും വീഴത്തുള്ളൂ. അതുകൊണ്ട് അവർ, നിനക്ക് കാഴ്ചയില്ല, പിന്നെ നീ എങ്ങനെ മറ്റുള്ളവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും? ഇന്ന് രാത്രി ആരായാലും നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടോ ദർശനങ്ങളോ വെളിപ്പാടുകളോ ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കണ്ണുകളെ നമുക്ക് തുറക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസിനോട് കർത്താവ് പറയുന്നതാണ്, നിനക്ക് ഞാൻ ശുശ്രൂഷ, അനേകരുടെ കണ്ണുകളെ നീ തുറക്കണം. അനേകർ ഇരുട്ടടക്കിയ പ്രിയമുള്ളവരെ, രാത്രി ബൈബിൾ സ്റ്റഡിയിൽ പ്രിയപ്പെട്ട 19 ഡിവൈസുകൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കാണുന്നു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും നാം കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരികയും, അത് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളെ തുറക്കുവാൻ, അനേകർക്ക് ലഭിക്കാനിരിക്കുന്ന അവകാശത്തിലേക്ക് കൊണ്ടുവരും. അടുത്ത ഭാഗം, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും. അവരെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു ജനമാണ്. അതാണ് ശ്രീയ പറഞ്ഞ, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചങ്ങൾ. അത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിനെ കണ്ടപ്പോൾ ഒരു വലിയ വെളിച്ചം ഉണ്ടായി. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതി, അവനിൽ ജീവൻ ഉണ്ടായി, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. അതുകൊണ്ട് എനിക്ക് 26-ാം അധ്യായം വായിച്ചപ്പോൾ ഈ പൗലോസിന്റെ ടെസ്റ്റ് മണിയിലെ വചനങ്ങളാണ് എന്നെ കൂടുതൽ ടച്ച് ചെയ്യുവാനിടയായി. ബാക്കിയല്ല, അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്. അടുത്ത ഭാഗം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും. അപ്പോൾ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത് കുരുടരായ അവസ്ഥയിൽ നിന്ന്, അന്ധമായ ആത്മീയതയുടെ അവസ്ഥയിൽ നിന്നും വെളിച്ചത്തിന്റെ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിലേക്ക് നമ്മൾ മാറിയാൽ നമ്മൾ മറ്റുള്ളവരെയും അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അത് ദൈവത്തിന്റെ, നമ്മളെ കുറിച്ചുള്ള വലിയ ദൈവത്തിന്റെ പദ്ധതികൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അനേകരെ സാത്താന്റെ പിടിയിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനുള്ള വലിയ ശുശ്രൂഷ നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കും. പൗലോസിന്റെ മേൽ കൊടുത്ത അതേ മിനിസ്ട്രി, പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ഞാൻ നിന്നെ അയക്കുന്നതിൻ്റെ പർപ്പസ് അതാണ്. പക്ഷെ ഒരു കാര്യം, നീ ഇത് അറിയിക്കുമ്പോൾ, നീ എൻ്റെ സാക്ഷിയാകുമ്പോൾ, നീ ശുശ്രൂഷകനാകുമ്പോൾ, നിന്നെ ജനത്തിന്റെ കയ്യിൽ നിന്നും ജാതികളുടെ ഞാൻ രക്ഷിക്കും. നീ രാജാക്കന്മാരുടെ മുമ്പിൽ, നാടുവാഴി മുമ്പിൽ നിൽക്കും.
എന്റെ നാമനിമിത്തം നിന്നെ അനേകർ പീഡിപ്പിക്കും, ഉപദ്രവിക്കും. പക്ഷേ അവിടെയെല്ലാം എന്തു പറയേണ്ടു എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ ഞാൻ അങ്ങനെ സമയത്ത് മുതൽ ഞാൻ അവിടെ നിർത്തുന്നു. ഇത് തുടർന്നുള്ള കാര്യങ്ങൾ പൗലോസ് പറയുന്നത്, ഞാൻ അതുകൊണ്ട് ഇങ്ങനൊരു ഹെവൻലി, ഒരു സ്വർഗീയ ദർശനം എനിക്ക് ലഭിച്ചു. പക്ഷെ ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ഞാൻ പിതാക്കന്മാരോടോ ജഡരക്തങ്ങളോ ഒന്നും ചോദിക്കാതെ ഞാൻ ദമസ്കോസ്, യെരൂശലേം, യഹൂദദേശത്തും ഒക്കെ കർത്താവിനെ കുറിച്ച് പറയുകയും ഞാൻ ഈ സുവിശേഷം ശക്തമായി പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് അവസാനം എന്നെ ഈ ദൈവാലയത്തിൽ വെച്ച് യഹൂദന്മാർ പിടിച്ചുകൊണ്ടുവരുന്നതും. പക്ഷെ ഇന്നുവരെയും ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വാക്തത്വ മുഖാന്തരം, ദൈവം രക്ഷിക്കുന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം, ശബ്ദമുഖാന്തരവും വാക്തത്വപ്രകാരവും ഞാൻ ഇതുവരെയും നിന്റെ മുമ്പിൽ നിൽക്കുന്നു. മാത്രമല്ല ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് ചെറിയ ആൾക്കാരും വലിയ എല്ലാവരുടെയും ആത്മാവ് ഒരുപോലെയുള്ളൂ. ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ആത്മാവും ഇവിടുത്തെ ഏറ്റവും സാധാരണ ഒരു 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 നമ്മുടെ ഏറ്റവും താണ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനും യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പൗലോസിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. ചെറിയവരോടും വലിയവരോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്രിസ്തു 23 വാക്യം ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും. ഈ സ്റ്റേറ്റ്മെന്റിൽ കൂടെ അഗ്രിപ്പാ രാജാവിന്റെ കണ്ണ് തുറപ്പിക്കാനാണ് നോക്കുന്നത്. അഗ്രിപ്പാ രാജാവ് വായിച്ചുകൊണ്ടിരിക്കാൻ ന്യായപ്രമാണത്തിനകത്തെ പ്രവാചകന്മാർ പറഞ്ഞത് കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പൗലോസ് പറഞ്ഞത് വഴി അഗ്രിപ്പാ രാജാവിന്റെ കണ്ണൊന്ന് തുറക്കണം. അതാണ് പൗലോസ് ലക്ഷ്യം. അപ്പൊ ഇത് കേട്ട ഫെസ്തോസിന് പറയാം, നിനക്ക് ഭ്രാന്താണ്, നീ ഇങ്ങനെ ഒരുപാട് വിദ്യയൊക്കെ സമ്പാദിച്ചുകൊണ്ട് നീ ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് പറയാണ്, എനിക്ക് ഭ്രാന്തോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ വളരെ സുബോധമായിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്നതാണ്, അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇതൊരു കോണിൽ എവിടെങ്കിലും ഒരു നിശ്ചയമാണ്, ഒരു സ്ഥലത്ത് നടന്ന സംഭവമല്ല. പൗലോസിന് എൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാ ഏഷ്യ മൈനറിലും യൂറോപ്പിലും ഒക്കെ പോയി കർത്താവ് ഈ പൗലോസിന് മുമ്പിൽ സാക്ഷിയായി നിന്ന കാര്യം ഉള്ളത് കൊണ്ടാണ് പൗലോസ്, ഇതൊരു കോണിൽ നടന്ന സംഭവമല്ല. എന്നിട്ട് അഗ്രിപ്പാനോട് ചോദിക്കുക, നീ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു? കാരണം അഗ്രിപ്പാ യഹൂദ മതം സ്വീകരിച്ച ആളായതുകൊണ്ട് അതിലെ ആചാരങ്ങൾ പ്രവാചകന്മാരെയൊക്കെ അഗ്രിപ്പാവിന് അറിയാം. അപ്പോൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യഹൂദ മതത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന് ഒന്നും മേലാത്ത രണ്ടിനാൽ ഞാൻ ഞെരങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു നല്ല മറുപടി പറയാൻ കഴിഞ്ഞാൽ അദ്ദേഹം വളരെ തന്ത്രപരമായി അതിനകത്തുനിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു കാര്യമായിട്ടാണ് 28ാമത്തെ വാക്യ 28ാമത്തെ വാക്യത്തിൽ പൗലോസിനോട് ഈ അഗ്രിപ്പാ പറയുന്നു, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട്, അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ ഫോഴ്സ് ചെയ്യുന്നു എന്നാണ് അഗ്രിപ്പാ ചോദിക്കുന്നത്. അപ്പൊ പൗലോസ് പറയുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു മറുപടിയാണ് 29ാമത്തെ വാക്യം. ഒന്ന് വായിച്ചാണ്. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്ന സകല മനുഷ്യരും അല്പം കൊണ്ടാകട്ടെ, ചുരുങ്ങിയ സമയം കൊണ്ടോ കൂടുതൽ സമയം കൊണ്ടോ ആകട്ടെ, എന്നെ ബന്ധിച്ചിരിക്കുന്ന ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നീ മാത്രമല്ല, ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്ന ഈ രാജസദസ്സിലെ മുഴുവൻ ആൾക്കാരും ഈ ചങ്ങല ഒഴികെ എല്ലാവരും എന്നെ പോലെ ആയിത്തീരണം. അതാണ് നമ്മുടെയും പ്രിയമുള്ളവരെ നമ്മുടെ ലക്ഷ്യം. നമ്മളായിരിക്കുന്നത് പോലെ ഈ ലോകത്തുള്ള സകല മനുഷ്യരും യേശുവിനെ അറിയണമെന്നുള്ള വലിയ ഒരു ദർശനം, ഒരു സ്വർഗീയ ദർശനം പ്രാപിച്ചവരായിട്ട് ഈ രാത്രി ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് കേട്ട് ഇവർക്ക് പൗലോസിനായിട്ട് യാതൊരൊന്നും തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവര് അതിനെ കൂടി ആലോചിച്ച ശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായ ഒന്നും ചെയ്തില്ല. പക്ഷെ സീസറെ അല്ലെങ്കിൽ കൈസറെ അഭയം ചൊല്ലി ഇരുന്നില്ലെങ്കിൽ നമുക്ക് പൗലോസിനെ വിട്ടയക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പൗലോസ് സീസറിനെ അഭയം ചൊല്ലിയതിന്റെ കാരണം റോമിലേക്ക് ദൈവം കൊണ്ടുവന്നുള്ള വാക്തത്വമാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും റോമിൽ എത്തിച്ചേരണം, അത് ഒരു അവസരമായി ഉപയോഗിക്കുന്നു. 2, അദ്ദേഹത്തിന് കിട്ടിയ സമയം രാജാക്കന്മാരുടെ മുമ്പിൽ, നാടുവാഴി മുമ്പിൽ യേശുവിന്റെ വിശ്വസ്തനായ ഒരു സാക്ഷിയായി തീരുവാൻ പൗലോസിന് സാധിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ്. 26ാം അധ്യായം അവസാനിക്കുന്നു. അദ്ദേഹത്തെ അടുത്ത ആഴ്ചകളിൽ
നമ്മൾ അദ്ദേഹം റോമിലേക്കുള്ള യാത്രകളും അദ്ദേഹം റോമിൽ വീട്ടിടങ്ങളിൽ താമസിക്കുന്നതുമായ കാര്യങ്ങളോടുകൂടിയാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അവസാനിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ കേട്ട 26-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ നമ്മളെക്കുറിച്ചിട്ട് പൗലോസിനെക്കുറിച്ചുള്ള പ്ലാനുകളും പദ്ധതികളും നമ്മുടെ ജീവിതത്തിലും ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നു എന്ന് ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനങ്ങൾ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.